ജില്ലാ സെക്രട്ടറിയോ മറ്റ് ജില്ലാ കമ്മിറ്റി. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കോഴിക്കോട് കോനാട് ബീച്ചിലാണ്. കേരളത്തിന്റെ സൈന്യമെന്നാണ് മത്സ്യത്തൊഴിലാളികളെ സർക്കാർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ സൈന്യം വെള്ളത്തിലായാൽ സഹായിക്കാൻ സർക്കാരുമില്ല, നാട്ടുകാരുമില്ല. വലിയ തിരമാലകൾ, കൂറ്റൻ തിരമാലകളാണ് കരയിലേക്ക് ഇപ്പോഴും അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ ജീവിതം അങ്ങേയറ്റം ദുരിതപൂർണമാക്കിയാണ് ഈ തിരമാലകൾ അടിച്ചു കയറുന്നത്. പലയിടത്തും വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞിരിക്കുന്നു. വീടുകൾ ഇടിഞ്ഞു പോകുമെന്ന ഭീഷണി പോലും ഉയർത്തുന്ന സാഹചര്യമുണ്ട്. നമുക്കെന്തായാലും നാട്ടുകാരിലേക്ക് തന്നെ കടക്കാം. എപ്പോഴാണ് ചേച്ചി തുടങ്ങിയത്? എങ്ങനെയാണ്? രാവിലെ ഒരു 8 മണി 9 മണി ആകുമ്പോൾ തുടങ്ങിയിരിക്കുന്ന സംഭവം. പിന്നെ ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം എടുക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് കാണുന്നത്. വീടിന് ഒന്നാകെ കുലുക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഈ ഇത് ഇങ്ങനെ നിന്നിക്കാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളം നിന്ന് പുറത്തിറങ്ങാനും പറ്റുന്നില്ല. കാരണം പിന്നെ ഈ കടൽക്ഷോഭം കൊണ്ടാണ് ഈ ഒന്നാകെ വിള്ളൽ വരെ വീടിന് വന്നത്. പിന്നെ വീടിനൊരു അനക്കമുണ്ടോ? ആ കുലുക്കുണ്ട്, നല്ല കുലുക്കാണ്. ഈ വെള്ളം ഇങ്ങോട്ട് ചാടുമ്പോൾ നല്ല കുലുങ്ങുന്നുണ്ട് വീടൊന്നാകെ. ഈ ഭിത്തി ഉണ്ടാക്കണം എന്ന കാര്യമൊക്കെ ഒരുപാട് നാളെ നിങ്ങൾ പറയുന്നല്ലോ, പക്ഷെ അധികൃതർ ഒഴിഞ്ഞു കല്ല് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് ആന്ന് പറഞ്ഞാൽ മാത്രം ആ പൈസ പാസ്സാവും. ഇപ്പൊ അതെല്ലാം കൂടി 15 എത്രയോ ആക്കിയിട്ടുണ്ട്. ഈ 15 രൂപക്കൊന്നും നമുക്ക് അപ്പുറമൊന്നും പോയിട്ട് ഈ മത്സ്യത്തൊഴിലാളിയായ നമ്മൾ വയനാട്ടിൽ പോയിട്ട് കൃഷിപ്പണി ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഈ മേഖലയിൽ, വെസ്റ്റ് മേഖലയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ വന്നിട്ട് നമുക്ക് മത്സ്യബന്ധനം നടത്താൻ പറ്റും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. പക്ഷെ നമ്മൾ ഈ ചേളന്നൂർ ഭാഗത്തൊക്കെ പോയിട്ട് നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് അധികൃതരോട് പറഞ്ഞാൽ അവരത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവരൊരു കാര്യം ചെയ്യില്ല, നമുക്ക് സ്ഥലം വീടും എടുത്ത് തന്നിട്ട് അങ്ങോട്ടൊക്കെ മാറാൻ പറഞ്ഞാൽ ഞങ്ങൾ മാറാനും തയ്യാറാണ്. അത് പറഞ്ഞാൽ എല്ലാവരും എല്ലാ മാസവും യോഗം വിളിക്കുമ്പോഴും നമ്മൾ പറയാറുണ്ടായി. പക്ഷെ ഇത് ഇവർ ചെയ്യിക്കില്ല എന്നുള്ള പരുവത്തിലാണ് നിൽക്കുന്നത്. ഈ രാവിലെ എങ്ങനെ നന്നായി അടിച്ചു കയറുന്നുണ്ടായിരുന്നു? ഇനി കുറച്ച് 8 മണിക്ക് അതിന്റെ സ്റ്റാർട്ടിങ്. ഈ സ്റ്റാർട്ടിങ് സമയത്ത് വളരെ പതുക്കെ പിന്നെ അത് കൂടുതലായിട്ട് ഇപ്പോൾ ക്ഷോഭം കുറച്ച് പിന്നോട്ട് വെക്കും. ഇനിയിപ്പോൾ 4 മണിക്ക് ആദ്യം തുടങ്ങും. വെള്ളം വേലി ഇറക്കം ആദ്യമാണ്. ഇതിപ്പം വെള്ളം വേലിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ വേലി ഇറക്കാവും. പിന്നെ രണ്ടാമതും ഇത് ശോഭിക്കും, വേലിയേറ്റോ. രാത്രിയൊന്നും ഇവിടെ പിന്നെ നിൽക്കാൻ കഴിയില്ല. നമുക്ക് കാണാം, ഇത് സാധാരണ കടൽ ഭിത്തിക്ക് അപ്പുറം കുറെ താഴെയായിരുന്നു ശരിക്കും മണൽത്തിട്ടകളുള്ള ബീച്ച് ഭാഗമുണ്ടായിരുന്നത്. പക്ഷേ കടൽ പൂർണ്ണമായും കരയിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് മുന്നിൽ കാണുന്ന ആ തിട്ടയും കടന്ന്, കരിങ്കൽ ഭിത്തിയും കടന്ന് ഇപ്പോൾ വെള്ളം ആഞ്ഞടിച്ച് കരയിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ കൂറ്റൻ തിരമാലകളാണ് ഈ ഭാഗത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് അവസ്ഥ രാവിലെ മുതൽ? രാവിലെ ഞാൻ ഉറങ്ങി എണീച്ചപ്പോൾ എന്റെ മുറ്റത്ത് വെള്ളം നിൽക്കുന്ന ഞാൻ കണ്ടത്. പിന്നെ നോക്കുമ്പോൾ വലിയ തേര ഇങ്ങനെ അടിക്കുക ചെയ്യുന്നത്. അടിച്ചിങ്ങനെ കയറാ ചെയ്യുന്നത്. അടുക്കളേന്റെ മുറ്റം വരെ എത്തി, അടുക്കളേന്റെ അകത്ത് വരെ എത്തിക്കണ് വെള്ളം. പിന്നെ ആണെങ്കിൽ ഞാനും എന്റെ ഭർത്താവും രോഗിയാ. മൂപ്പര് കിഡ്നി ലിവറൊക്കെ പ്രശ്നമാണ്. എനിക്കും ഇപ്പൊ വയ്യാണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് പേരെട്ടി വന്നത്. ഭയങ്കര കഷ്ടപ്പാടാ. ഒരു 10 ലക്ഷം ഉറുപ്പ്യ സർക്കാർ തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എവിടെ പോവാനാ? നമ്മളൊരു 20 ലക്ഷം ഉറുപ്പ്യ ഞങ്ങൾ കൈമ തന്നെ നമ്മളെ ഭവനം കൊടുത്തിട്ടാണ് നമ്മൾ ഓരോട് പൈസക്ക് ചോദിക്കുന്നത്. നമുക്ക് 20 ലക്ഷം തന്നോട്ടെ. ഇതിന്റെ മുന്നേ ഇതിന്റെ മുകളിൽ കല്ലിടാൻ പറഞ്ഞപ്പോൾ ആ കല്ല് പാസ്സായിട്ടുണ്ട്, 3 വരി കല്ല് നിങ്ങൾ ഇടണം എന്ന് പറഞ്ഞപ്പോ പാസ്സായിട്ടുണ്ട്. പാസ്സായി എന്ന് പറഞ്ഞാന്നല്ലാണ്ട് എല്ലാരും വന്ന് നോക്കാന്നല്ലാണ്ട് പിന്നെ ഒരു കാര്യമില്ല. വന്നു നോക്കൂ ഓല് പോവും. പിന്നെ ഒരു ഇതിലേക്കൊരു ഇതും വരുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. കാരണം നമുക്ക് തൊട്ടടുത്താണ് ആ ചേട്ടൻ നിൽക്കുന്നത്. കണ്ടോ, ആ ചേട്ടന്റെ അടുത്തേക്കാണ്, ഒരു പൊതു വഴിയിലാണ് നമ്മൾ, വഴിയുടെ അടുത്താണ് നമ്മളും ആ ചേട്ടനും ഒക്കെ നിൽക്കുന്നത്. അവിടേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആ തിരയാണല്ലേ രാവിലെ മുതൽ? 8 മണി മുതൽ തുടങ്ങിയാണ്. ചേട്ടൻ ഇങ്ങോട്ട് പോരും. 8 മണി മുതൽ തുടങ്ങിയതാണ് ഈ കടൽക്ഷോഭം. ഭരണാധികാരികൾ വന്നു പോവാന്നല്ലാതെ ഒരു തീരുമാനങ്ങളില്ല. ഇത് ഇപ്പോൾ തൽക്കാലം നിലനിൽക്കാനും വേണ്ടിയിട്ട് കല്ല് ആവശ്യമാണ്. 1.5 മീറ്റർ കല്ല് വന്നിട്ടുണ്ടെങ്കിൽ
ഈ അനുഭവം അനുഭവിക്കില്ല. പോണതും പോവാത്ത പിന്നീടുള്ള ഒരു വിഷയമാണ്. ഇപ്പം നിലനിൽക്കേണ്ട ആവശ്യമാണ്. അതാണ് വേണ്ടിയത്. ചേട്ടാ, ഇതിപ്പം വലിയ സാധാരണ ഉള്ളതിനേക്കാളൊക്കെ വലിയ തിരയാണ് ഈ ആളുകൾ കയറുന്ന ഒരു ബീച്ച്. ഇവിടെ ഇപ്പോൾ കുറച്ച് തവണ കുറെ കാലങ്ങളായിപ്പോ ഇവർ കല്ല് ഇടാന്ന് പറഞ്ഞു പോയിട്ട് ഈ കല്ലൊക്കെ താന്ന് കിടക്കാണ്. ഈ താന്ന് എടുക്കുന്ന കല്ലെല്ലാം ഇങ്ങനെ താന്ന് എടുക്കുന്ന ഇവിടെ മൊത്തത്തിൽ ആ വീട്ടിൽ വെള്ളം കയറിയിട്ട് ആ വീട്ടിൽ 2 ചെറിയ മക്കളാണുള്ളത്. അച്ഛൻ വരെ ഈ അടുത്തൊരു മരിച്ചുപോയി. കവിത നൊപ്പത്തിന്റെ പേര്. അത് ഞാൻ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര അവസ്ഥ ഇവിടെ കിടക്കുന്നത്. അഭിജിത്ത്, ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം വലിയ തിരമാലകളാണ്. അല്ല, ഇത് ഗുരുതരമായ ഒരു വിഷയമാണ്. കേരളം ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ ആ പ്രതിസന്ധിയിലൊക്കെ കേരളത്തിന്റെ തീരദേശ മക്കളാണ്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ അടക്കം ഇറങ്ങി ചെല്ലുമ്പോൾ ആ തീരദേശത്തിന്റെ മക്കൾ കേരളത്തിന്റെ സൈന്യമാണെന്ന് പറഞ്ഞ സർക്കാരാണ് ഇവിടെ ഉള്ളത്. ആ സർക്കാരും ഭരണകൂടത്തിന്റെ ഭാഗമായവരും വലിയ നിസ്സംഗതയാണ് ഈ ജനങ്ങളോട് പുലർത്തുന്നത്. ഇപ്പൊ ഇന്നലെ തന്നെ നിങ്ങൾ ആ വീടുകളിലുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കും, ഈ നാട്ടുകാരുടെ പ്രദേശത്തുകാരുടെ വാക്കുകൾ കേൾക്കും. എത്ര വലിയ ദുരിതത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ദുരിതം അവസാനിപ്പിക്കാൻ അവിടെ തയ്യാറാകേണ്ടത്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കഴിഞ്ഞ 2-3 ദിവസം ഇതിവിടെ നടന്നിട്ടും കളക്ടർ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇങ്ങോട്ട്. ഇവിടുത്തെ തഹസിൽദാർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളോ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. നിർബന്ധമായി ഇവിടെ അടിയന്തരമായി ഇവർക്കുള്ള പരിഹാരം കണ്ടെത്താൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഞങ്ങൾ അടക്കമുള്ള ആളുകളുടെ ആവശ്യം. വലിയ ദുരിതമാണ്. പ്രത്യേകിച്ച് ഈ വീട്ടിലൊക്കെ രോഗികളാണ്, കിഡ്നി സംബന്ധമായ രോഗി വീട്ടിലുണ്ട്, അവരുടെ ഭാര്യ വീട്ടിലുണ്ട്, 2 രോഗികളാണ്. ആ വീടടക്കം വെള്ളത്തിൽ ചുറ്റപ്പെടുകയാണ്. അപ്പൊ ഈ രീതിയിൽ ദുരിതത്തിലാകുമ്പോൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. അത് പരിഹരിക്കാനും അത് തിരുത്താനും സർക്കാരും ഭരണകൂടത്തിന്റെ ഭാഗമായവരും തയ്യാറാണ്. അവസ്ഥ ഈ വർഷം തന്നെ പലയിടങ്ങളിലും, അതായത് മുൻകാലങ്ങളിൽ കടൽ കയറാത്ത ഇടങ്ങളിൽ ഈ വർഷം കടൽ കയറുന്നു. ചെല്ലാനത്തടക്കം ഇടവനക്കടക്കം വാർത്തകൾ നമ്മൾ കാണുന്നു. പക്ഷേ കോഴിക്കോട് തീരങ്ങൾ, ഈ ബോധീശ്വരം പോലുള്ള ഇടങ്ങൾ ഒഴിച്ചാൽ ഈ ഭാഗത്ത് താരതമ്യേന സുരക്ഷിതമായിരുന്നു. പക്ഷേ ഇവിടെയും വലിയ തോതിൽ കടലാക്രമണം തുടരുന്നു. കടൽ ഇരച്ചു കയറി കരയിലേക്ക് വരുന്ന കാഴ്ച. വീടിന്റെ മുൻവശങ്ങളിലുമൊക്കെ വെള്ളം. നേരത്തെ നമ്മളോട് ആ ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ അടുക്കള ഭാഗത്ത് വരെ വെള്ളം എത്തിയെന്നാണ്. ചേച്ചി, എന്താണ് അവസ്ഥ നിങ്ങളുടെ വീട്ടിലൊക്കെ? എന്റെ വീട്ടിൽ വെച്ചാല് ഞങ്ങൾ കടയുണ്ട്, കടയൊക്കെ തുറന്ന് കടന്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വീടിന് വിള്ളിച്ചൊക്കെ വന്നിട്ടുണ്ട്. അത് രാത്രി ഉറങ്ങുന്ന നേരത്തൊക്കെ ഇപ്പൊ ഭീഷണിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത് വീട് ജർത്തിങ് ഉള്ളത് കാരണം കട്ടിലും വീടിന്റെ ഭാഗങ്ങളൊക്കെ കുലുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് വീടിനും കിണറും സേഫ്റ്റി ടാങ്ക് ഒക്കെ നിറഞ്ഞിട്ടും എന്തെങ്കിലും ഒരു മാർഗം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ, അതായത് ഇപ്പൊ തുച്ഛം പൈസക്കൊന്നും ആർക്കും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള ഒരു ഏരിയയാണ് ഇവിടെ. ഈ കടലിൽ പോയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം, ഇപ്പൊ കടൽക്ഷോഭ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പോവാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈമും കൂടിയാണ്. അത് കാരണം ഇവര് തുച്ഛം പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് പോവാനൊന്നും പറ്റൂല. അപ്പോൾ അതിൻ്റെതായ രൂപത്തിൽ കയ്യിൽ കൊടുക്കുകയാണെങ്കിലും എങ്ങനെങ്കിലും പോയി തരാന്നുള്ള 100 കണക്കിൽ വീട് കടലോരങ്ങളിൽ തന്നെ ഉണ്ട്. ഇവിടുന്ന് ഈ 2 വാർഡാണ്, ഇപ്പൊ 72-ാം വാർഡും 67-ാം വാർഡുമാണ് ഇപ്പോൾ ഉള്ളത്. ഈ 2 വാർഡിലും 400ഓളം വീടുകളുണ്ട് ഇവിടെ. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ ആളുകൾ മാറാൻ തയ്യാറാണെന്നാണ് 1-2 ആളുകൾ പറയുന്നത്. അതുപോലെ എല്ലാവരും അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായും ഈ വലിയ കടലേറ്റം ഉണ്ടായിട്ടും രാവിലെ 8 മണി മുതൽ ഏതാണ്ട് തുടങ്ങിയതാണ്. ഇത്ര സമയം എത്തിയിട്ടും തിരമാലകൾക്ക് യാതൊരു ശക്തിയും ക്ഷയിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കളക്ടർ അടക്കമുള്ള ആളുകൾ, മറ്റു ജനപ്രതിനിധികളൊന്നും ഇവിടേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. അങ്ങേയറ്റം അരക്ഷിതമായ സാഹചര്യത്തിലാണ് ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ജീവിക്കുന്നത്. തിരമാലകൾ, കൂറ്റൻ തിരമാലകൾ തന്നെയാണ് കരയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാന റോഡിന്റെ ഭാഗം ഏതാണ്ട് പൂർണ്ണമായി തന്നെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഭാഗത്തേക്ക് കടൽ വലിയ വേഗത്തിൽ, നമുക്കറിയാം ഈ കടലും ആ കടൽ ഭിത്തിയും തമ്മിലുള്ള ദൂരം ഇത്രയാണ്. പക്ഷേ അവിടേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്നുണ്ട്. വലിയ തിരമാലകളാണ് ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോനാട് ബീച്ചിനോട് ചേർന്നുള്ള സ്ഥലം മുതൽ ഇങ്ങേയറ്റം വരെ കടൽ ഭിത്തി താണ്ടി വെള്ളം വരുന്ന
ആ കാഴ്ച കാണാൻ കഴിയുന്നു. ആളുകൾ പല രീതിയിൽ ഈ കട്ടകളൊക്കെ ഇട്ട് പോലും ഇതിനെ തടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ വീട്ടിലുള്ള ആളുകളില്ല, ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളില്ല. ഒരു ജോലിക്ക് പോയതാണ്, കുട്ടികൾ സ്കൂളിൽ പോയതാണ്. അപ്പോൾ അവിടെ ആ വീട്ടിന്റെ ഇപ്പൊ അവസ്ഥ വളരെ മോശമാണ്. അവർക്ക് ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ് അവിടെ താമസിക്കുന്നത്. ഒരു 1.5 കൂടിയുള്ള ജോലിയാണ്. അവരിന്ന് ജോലിക്ക് പോയതിനെ കൊണ്ട് വീട്ടിൽ ഭയങ്കര ദയനീയമാണ് ആ കാര്യം. അവിടെ നിലവിൽ ആളില്ല അല്ലെ? നിലവിൽ ഡെയിലി ഉള്ള ആളാണ്. അവരിപ്പോ ജോലിക്ക് പോയതാ, ഇപ്പൊ വരുള്ളൂ. അവരെ കുറച്ചൊരു ഇതിലാണ്. പിന്നെ എല്ലാ വീടുകൾക്കും പല എന്താ പറയാ അപകടങ്ങളും ഇപ്പൊ തരണം ചെയ്യാനുള്ള ഒരു ഇതിലേക്കാണ് വരുന്നത്. ഈ കല്ല് മറിഞ്ഞങ്ങോട്ട് വീഴോന്നും കൂടി ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരുപാട് കല്ല് ഈ തിര വന്നിട്ട് തിരിച്ചു പോകുന്ന അതിശക്തമായിട്ട് തന്നെയാണ് അങ്ങോട്ടേക്കും. അപ്പൊ ഒരുപാട് നമുക്ക് ഈ ഭിത്തി തള്ളാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ പോയല്ലേ? ഭിത്തി ഇങ്ങനെ കടലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭിത്തി തള്ളാനുള്ള സാധ്യത ഉണ്ട്. ഭിത്തിയിൽ ഇതൊരു കല്ലിളകിയാൽ മതി, ബാക്കിയെല്ലാം താനങ്ങ് പോയിക്കോളും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എടുക്കുന്നത്. വലിയ ഹൈറ്റിലാണ് വരുന്നത്. ഇനിയിപ്പം വൈകിട്ടാണ് ഇനി അടുത്ത വെള്ളം പേര് അതിലും രൂക്ഷമായിട്ടാണ് വരിക. അന്നേരം ഇവിടെ ഇതേമാതിരി ഒന്നല്ല, ഇവിടെ ആരാൾക്കും നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ പരുവത്തിലാണ് വരിക. ഇങ്ങനെ ആയാലേ അധികൃതർ കണ്ണു തുറക്കാഞ്ഞാൽ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു പദ്ധതി അവർ കൊണ്ടുവരണ്ടേ? ഇത് കല്ലിടാനുള്ള പദ്ധതി ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ അവരെ ചെയ്യുന്നില്ല. അത് ചെയ്താലേ ഇവിടെ സ്വല്പമെങ്കിലും ശാശ്വത കിട്ടുള്ളൂ. പിന്നെ 10 ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ വീടൊക്കെ ഒഴിഞ്ഞു പോകാൻ പറയുന്നുണ്ട്. 10 ലക്ഷം കൊണ്ട് സ്ഥലം വരെ കിട്ടൂല, ഒരു 2 സെന്റ് സ്ഥലം കിട്ടും. പിന്നെ അങ്ങനെ ഞങ്ങൾ ഈ വീടിട്ടേച്ച് പോവാ. ഇതിന്റെ മുകളിൽ ഒരു 2-3 നിര കല്ലൂടിട്ടാൽ താൽക്കാലികമായിട്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ ഇട്ട ഈ കല്ല് അടിയിലെ ചിപ്പിളിപ്പാറിനായിട്ട് സെറ്റാവുകയാണ്. ആ സെറ്റായതിന്റെ പേരിലാണ് ഇതിപ്പോ താഴ്ന്നു പോകുന്നത്. ഇതിന്റെ പോലെ വലിയ ബോളർ വെക്കാനുള്ള പദ്ധതി ഉണ്ട്, പക്ഷെ അവരത് ചെയ്യുന്നില്ല. അത് ചെയ്താലേ സ്വല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടും. തൽക്കാലം ഇതുപോലെ പരിക്കാത്തോട്ട് വെള്ളം കയറുന്ന ഒഴിവാക്കാൻ പറ്റും. അതൊന്നും ഒഴിവാക്കാനൊന്നും പറ്റില്ല. തൽക്കാലം വെള്ളം കണ്ട് എടുക്കുന്നത് സ്വല്പം കുറയും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതേമാതിരി വെള്ളം എടുത്തുകൊണ്ടേയിരിക്കും. ഇനി വരും ദിവസങ്ങളിലും ഇത് കനക്കാനുള്ള സാധ്യതയുണ്ട്. കനക്കാനേ സാധ്യതയുള്ളൂ. ഈ മാസം കഴിയുന്നവരെ കനക്കാനേ സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യതയില്ല. പിന്നെ അടുത്ത മാസം എനിക്ക് കർക്കിടകത്തിലും അത് രൂക്ഷമാകും. അപ്പം അതിനുള്ളൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഈ അധികൃതർ കണ്ടാൽ അതാണ് ഏറ്റവും നല്ലത്. അതിനൊരു മാർഗം എന്താ വെച്ചാൽ അവർ ചെയ്യുക. നമുക്ക് കാണുന്ന ഭിത്തിയിൽ നിന്നും കുറെ താഴെയായിരുന്നു ആ കടലുണ്ടായത്. കടലിങ്ങനെ കയറി വരുന്ന വഴിയിലേക്ക്, ഈ വഴിയിലേക്ക് ഏതാണ്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ആ വീടുകളിലേക്ക് വെള്ളം കയറാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നനഞ്ഞല്ലേ മൊത്തം? നനഞ്ഞ് ഇതന്നെ പണി. ഇവിടെ കടൽ വന്നു കഴിഞ്ഞാൽ പുള്ളി നനയും. ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ്. വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ട് എല്ലാവരും ഓടി തടയിച്ചിലാക്കലാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. എല്ലാ കൊല്ലം ഉണ്ടാകുന്ന സംഭവമാണ്. ആരും ശരിനോക്കില്ല ഇങ്ങോട്ടേക്ക്. എത്ര പറയാനുള്ളൂ, വേറൊന്നുമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതന്നെ പറഞ്ഞു ഇവര് ചാനലുകാർ വരും, നമ്മളിങ്ങനെ പറയും. ഒരു പ്രതികരണം ഇല്ല. ഇത്രയുള്ളതിന്റെ എല്ലാ കാലത്തും എല്ലാ വർഷവും മനസ്സിൽ വരുമ്പോ ഇവിടെ ഇതന്നെയാണ് പരിപാടി. ഈ പരിപാടി ഇതുവരെയായിട്ട് അധികൃതർ ഒരു കണ്ണു തുറക്കുന്നില്ല. എല്ലാ വർഷവും ഇതുണ്ട്. ഈ വർഷം കൂടുതലാണ്. ഇനി അടുത്ത വർഷം ഇതിലും രൂക്ഷമാവാനാണ് സാധ്യത. എന്തുകൊണ്ട് അവരൊരു പദ്ധതി പാസ്സായിട്ടും ചെയ്യാത്തത് എന്നാണ് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഇത്രയും ചാനലുകാരും ഇത്രയും പ്രതിപക്ഷ നേതാക്കളായ ഈ അഭിജിത്തൊക്കെ ഇവിടെ വന്ന് നമ്മളെ നേതാക്കന്മാരുണ്ടല്ലോ ജയിപ്പിച്ച് വിട്ട് ഒരാൾ ഇതുവരെ തിരിഞ്ഞു നോക്കുന്നത് നിങ്ങൾ കണ്ട. ഈ വശത്ത് തന്നെ കാണാം ഒരു വീടിന്റെ ഭാഗം മറച്ചിട്ടിരുന്നു. അവിടേക്കൊക്കെ വെള്ളം വലിയ തോതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ആ വീടുകളിലൊന്നും ആളുകൾക്ക് ഇനിയും വാസയോഗ്യം പോലും ആവാത്ത രീതിയിലേക്ക് വെള്ളം കയറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ വീട്ടിലെ ആളുകൾ രാവിലെ വീട് പൂട്ടി പുറത്തേക്ക് പോയതാണ്. അവരിവിടെ ഇല്ല. അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഒരുപക്ഷെ അയൽവാസികളൊക്കെ ഫോൺ ചെയ്ത് മറ്റും അവരെ വിവരങ്ങൾ അറിയിക്കുന്നു എന്നാണ് നേരത്തെ കണ്ട ഒരു നാട്ടുകാരി നമ്മളോട് പറഞ്ഞത്. എന്തായാലും ശക്തമായ കടലാക്രമണം. ഓരോ മിനിറ്റിലും കടലിൽ നിന്നും ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ വലിപ്പം വർദ്ധിക്കുന്നു. വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വെയിൽ കയറുമ്പോൾ നല്ലോണം അടിച്ച് കയറുന്നുണ്ട്. പിന്നെ ഇന്നലെ ഇപ്പം MLA വന്നിരുന്നു. അതിന് മുമ്പ് പിന്നെ പലരും കൂടെ വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ വന്ന് നോക്കി പോകുന്നുണ്ട്. പക്ഷെ അതിൽ ബദൽ സംവിധാനമൊന്നും കണ്ടിട്ടില്ല.
കല്ലിടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കല്ലിട്ടാലും എന്നാലും ഒരു 4-5 വർഷം കഴിഞ്ഞാൽ കടലെന്തായാലും ഇതിനേക്കാളും രൂക്ഷമായിട്ട് അടിച്ചു കയറും. ഇപ്പം കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒന്നും കൂടി രൂക്ഷമായിട്ടപ്പോൾ അടിച്ചു കയറുന്നത്. ശരിക്കും കാലവർഷം ഒന്നും കൂടി കൂടുമ്പോൾ ഇതിനും ഒന്നും കൂടി മൂർച്ഛിച്ചായിരിക്കും കടലടിക്കൽ. ഇവിടെ ഈ പരിസരത്തുള്ളവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ വെച്ചാൽ ചിലവർക്കൊക്കെ ഈ ഛർദി പോലത്തെ രോഗങ്ങളൊക്കെ ഇങ്ങനെ വയറുവേദന, ഛർദി അങ്ങനത്തെയൊക്കെ അനുഭവപ്പെട്ട് തുടങ്ങും. പനിയൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ ഒരു അപകടകരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊരു ബദൽ സംവിധാനം കാണുന്ന വേണം. ഉദ്യോഗസ്ഥർ പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു മിനിയാന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ 2-3 ഉദ്യോഗസ്ഥർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പിന്നെ എന്താ ഫിഷറീസിൽ നിന്ന് ഒരു 10 ലക്ഷം റുപ്യ ഇതിന് പാസ്സായിട്ടുണ്ടല്ലോ, ഇങ്ങനെ 50 മീറ്റർ അകലെ ഒഴിഞ്ഞു പോകുന്നവർക്ക് 10 ലക്ഷം റുപ്യ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്കാലത്ത് അതും കോർപ്പറേഷൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന നമ്മൾ, അതുമില്ല കടലിനോട് ഇത്ര അടുത്ത് ജീവിക്കുന്നവർ, കടൽ മത്സ്യത്തൊഴിലാളികളായവർക്ക് എങ്ങനെയാണ് ഈ 10 ലക്ഷം റുപ്യക്ക് ഒരു വീടും ഒരു 4 സെന്റ് 3 സെന്റ് സ്ഥലം കിട്ടുക? ഒരിക്കലും കിട്ടൂല. ഈ കോർപ്പറേഷൻ പരിധിയിൽ നിന്നല്ല, ഇപ്പൊ പഞ്ചായത്തിലും കിട്ടാത്തൊരവസ്ഥയിലാണ്. ഒരു 600-700 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കണമെങ്കിൽ തന്നെ ഒരുപാട് പൈസ വേണം. ഒരു 700 സ്ക്വയർ ഫീറ്റ് വീട്, ഒരു 600-700 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ 8 ലക്ഷം റുപ്യോളം അതാവും. 8 ലക്ഷം റുപ്യ കഴിഞ്ഞാൽ പിന്നെ 2 ലക്ഷം റുപ്യക്ക് ഒരു 3-4 സെന്റ് സ്ഥലം എവിടെ നിന്ന് കിട്ടാനാ? ഒരു 4 സെന്റ് സ്ഥലത്തിന് തന്നെ ഈ കോർപ്പറേഷൻ പരിധിയിൽ നല്ലൊരു തുക വേണ്ടി വരും. അതിനേക്കാളും നല്ലത് കോർപ്പറേഷൻ ഈ കോഴിക്കോട് നമ്മൾ തീരദേശത്ത് ജീവിക്കുന്നവർക്ക്, ഇത്രയും മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ എന്തെങ്കിലും ഒരു 4 സെന്റ് സ്ഥലവും അതിന് അനുയോജ്യമായ നല്ലൊരു വീട്. എന്ന് ഈ കടലടി കൊണ്ട് ജീവിക്കേണ്ടവരാണോ മത്സ്യത്തൊഴിലാളികൾ? അല്ലല്ലോ. അങ്ങനെയാണോ? എല്ലാവരും മനുഷ്യരല്ലേ. നമ്മളെല്ലാവരും ജീവിക്കുന്ന സമൂഹത്തിൽ അതിൻ്റെതായ മാന്യതയിൽ നമുക്കും ജീവിക്കണം. ഇവിടെ ഇവിടെ ഇതിനായിട്ടുള്ള നമ്മളെല്ലാ സൗകര്യത്തിലും ജീവിക്കും, എല്ലാ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും നല്ലൊരു സൗകര്യത്തോട് കൂടിയിട്ട് മാറണം, ജീവിക്കണം എന്ന് എല്ലാവർക്കും ഇത് ഉണ്ട്. പക്ഷെ ആർക്കും അങ്ങനെ ഉദ്യോഗസ്ഥന്മാരങ്ങനെ വലിയൊരു തുകയേറ്റോ ഇല്ല അനുയോജ്യമായൊരു തുകയേറ്റോ ആരും മുന്നോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ വരുന്നില്ല. ഇവർ വന്ന് പറയും നിങ്ങൾ 10 ലക്ഷം റുപ്യ എന്ന് മാറും. എവിടെയൊക്കെ മാറാം? എങ്ങോട്ട് മാറും? നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ 10 ലക്ഷം റുപ്യൊക്കെ അവിടെ ഒരു പിന്നെ വീട് പണിയായിരുന്നു. വീടും ഇല്ല, സ്ഥലമില്ല. ഇത് തന്നെ ഈ കെട്ടിടം തന്നെ ഇപ്പൊ നമുക്ക് ലോണ് പോലും കിട്ടാത്ത അവസ്ഥയിലപ്പോൾ സർക്കാർ ആക്കി വെച്ചത്. നമ്മളിപ്പോ പിന്നെ നമ്മളെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചാലോ അല്ലെങ്കിൽ വീട് നിർമ്മിക്കാനോ നമുക്കൊരു ലോണ് പോലും കിട്ടുന്നില്ല. ഇവിടെ ഇതൊരു അൺസർവേ ഭൂമിയാണെന്നായിട്ട് കടലിന്റെ ഈ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു 10 പൈസ ബാങ്ക് ലോൺ തരുന്നില്ല. ഒരു ബാങ്ക് ലോണ് തരുന്നില്ല. എന്താണെന്നല്ല, നമ്മൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക പ്രദേശത്തുള്ളവര്. ഇതിപ്പോ ഈ കടൽ കുറച്ചുകൂടെ താഴെയായിരുന്നു അല്ലെ ഈ തീരം ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയുന്നവരും ഇങ്ങോട്ട് കയറി ഏതാണ്ട് ഈ വഴിയുടെ അടുത്തെത്തി. അതേ ദിവസം കഴിയുന്നതിന് പുറം വഴി ഏതാണ്ട് ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യതയല്ലേ ഇപ്പോൾ കാണുന്നത്? കാരണം ഈ തിട്ട അധികം കഴിയാതെ മണ്ണിടിയാൻ സാധ്യതയില്ലേ? അതായത് ഞാൻ പിന്നെ ഒരു 15 വർഷമായി ഇവിടെ വീടെടുത്തിട്ട് അതിനു മുമ്പ് തോപ്പയിൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് തൊട്ടപ്പുറം ഹാർബറിന് തൊട്ടടുത്ത് താമസിച്ചത്. അവിടെ ഒരു 2 ഗ്രൗണ്ട് ഉണ്ടായത്. നമ്മൾ പിന്നെ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടും പിന്നെ ഈ പ്രായമുള്ളവർ വയസ്സന്മാരൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ വിട്ടിട്ടാണ് നമ്മളെ ഗ്രൗണ്ട് കടലിലേക്ക്. ഇന്ന് ആ ഗ്രൗണ്ടൊന്നും കാണാൻ വയ്യ. വീടിനോട് അടുപ്പിച്ചുള്ള ആ കടൽ ഭിത്തിയോട്, അന്ന് കടൽ ഭിത്തി ഇല്ല, കടൽ ഭിത്തിയോട് ഇപ്പോൾ തിരമാലകൾ അടിച്ച് വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ 15 വർഷം മുമ്പ് വരുമ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഈ തൊട്ട അപ്പുറം ഈ കടലടിക്കുന്നവർക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആ ഗ്രൗണ്ടില്ല. ഈ കോർപ്പറേഷൻ ഈ ഫിഷറീസിന്റെ 2 പില്ലറിന്റെ ഇപ്പുറം ഒരു മതിലും അതിന്റെ അപ്പുറം ഷെഡും ഉണ്ടായിരുന്നു. ഇവിടൊക്കെ ചൂടായാൽ ഈ ചൂടിന്റെ ആ കാലാവസ്ഥയിൽ ഇവിടെ രാത്രി സമയങ്ങളിൽ കിടക്കുന്ന സ്ഥലമാണിത്. അവിടെ ഇപ്പോൾ കടല, ഇതിപ്പോ സാധാരണ കടലടിക്കുന്ന ഒരു രൂപം തന്നെ. ഇതന്നെ ഇങ്ങനെ തന്നെ. ഇവിടെ ഇനി മണ്ണിങ്ങനെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. മണ്ണിനി വരൂല. ഈ പൂയി കൊണ്ട് കയറ്റിയിടെ അങ്ങനത്തെ ഒരു സംഭവം ഇനി ഉണ്ടാവില്ല. കാരണം ഈ ഹാർബറിൽ കല്ല് വന്നതിന് ശേഷം ഈ ഹാർബറിലെ കല്ല് അങ്ങോട്ട് നീട്ടിയിട്ടതിന് ശേഷം കര നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി നഷ്ടപ്പെടാനില്ല. ഇനി ഇത് ഈ ഭിത്തി വന്നില്ലെങ്കിൽ, ഈ കടൽ ഭിത്തി വന്നില്ലെങ്കിൽ ഈ വീടുകളൊക്കെ പോകേണ്ട സമയങ്ങൾ കഴിഞ്ഞു. ഇപ്പം ഈ കൊച്ചിയിലെ ചെല്ലാനം മോഡല് ടെട്രാപോഡുകൾ പോലുള്ള സാധനങ്ങളൊക്കെയാണ് വരേണ്ടത് ഇല്ലേ? അങ്ങനെ വന്ന കുറെയൊക്കെ ഇവിടെ മറ്റു എല്ലാവർക്കും ജീവിക്കാം. അങ്ങനത്തെ ഒരു പദ്ധതിയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നീളമില്ല, ഒരുപാട് ദൂരം ചെയ്യുകയും ചെയ്യണ്ട, അത്രയൊന്നും വേണ്ട. ഈ 2 ഹാർബറിന്റെ ഇവിടെ ഉള്ളു, ഈ ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി അവിടുന്ന് അങ്ങോട്ട് പുതിയ കടവ് എന്ന് പറഞ്ഞ പ്രദേശത്ത് വല്ലാതെ ആ ഹാർബറിന്റെ ആ കല്ലിന്റെ തല ഉണ്ടായതുകൊണ്ട് കൂടുതൽ കടലാക്രമണമൊന്നുമില്ല.
ചേട്ടാ എങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം? ഇതേ മുപ്പര് പറഞ്ഞത്, വേറെ ഒന്നും പറയാനില്ല. മുപ്പര് പറഞ്ഞ മാതിരി തന്നെ. അല്ല എന്നാൽ നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാല് വണ്ടിക്കാർക്ക് വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇതാണ്. ആ വീടൊക്കെ വെള്ളത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. എല്ലാവരും വരും, എല്ലാവരും പോയി നോക്കുന്നു, ഇതാക്കുന്നു. ഇതാണ് സംഭവം. രാവിലെ നല്ല പോലെ അടിക്കും. രാവിലെ ഈ സമയത്തൊക്കെ നല്ലപോലെ സാറടിക്കും അങ്ങനെ ഇതായിട്ട്. പിന്നെ വൈകുന്നേരം ഒരു 5:30 മണിയാകുമ്പോൾ ആദ്യം തൊട്ടുന്നു വെള്ളം വീടുകളിലേക്ക് കയറും. ആ വീട്ടിലേക്ക് കയറുന്നുണ്ട്. ഇവരൊക്കെ തന്നെ എല്ലാവരും സഹായം ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും. സ്കൂട്ടർ വണ്ടിക്കാരും വന്നു കഴിഞ്ഞാൽ ഒന്നും വാങ്ങുകയും ഇവർക്ക് തന്നെ എല്ലാം കാര്യപ്പെട്ട ഒക്കെ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാണണം. അത് മുപ്പര് പറഞ്ഞാൽ മതി തന്നെ. എൻ്റെ ശരി മുപ്പര് പറഞ്ഞാൽ വളരെ ശരി എല്ലാത്തിനും പറഞ്ഞതുപോലെ. അപ്പം എങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ ലെവലാക്കിയിട്ട് പാവപ്പെട്ടാണെങ്കിൽ കർഷകരാക്കുക. അന്നന്ന് കടലിൽ പോയിട്ട് ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. കൽപ്പണിക്ക് പോകുന്നവരുണ്ട്, കൽപ്പണിക്ക് പോകുന്നവരുണ്ട്. കടൽപ്പണിക്ക് പോകുന്നവർക്ക് അധികം ബുദ്ധിമുട്ട്. ഒരു നടന്നിട്ട് വരുമ്പോൾ വെള്ളം തെറിച്ചെടുക്കാനും നനഞ്ഞെടുക്കാനും ഇവരൊക്കെ പോകുന്നത് അത്രയും ഇതിലാണ് കേട്ടോ. എപ്പോഴും വന്ന് വെള്ളം കൊണ്ട് വരുന്നതാണ്. എന്നിട്ട് ഇതിൽ കൂടെ വന്നിട്ട് നേരായി തോട്ടിലേക്ക് വരും. നടക്കാൻ കൂടി പറ്റുന്നില്ല. ഇപ്പൊ നേരത്തെ മുതലേ ഇതുപോലെ വെള്ളം വരുന്നുണ്ടായിരുന്നു? ആദ്യം വന്നില്ല, മറ്റേ ഇത് വന്നില്ലേ, ഹാർബർ വന്നിട്ടുണ്ട്. അപ്പോഴാണ് വരാൻ തുടങ്ങിയത് തന്നെ. ഇല്ലെങ്കിൽ ആദ്യം പ്രശ്നമൊന്നുമില്ലായിരുന്നു. സാധാരണ അങ്ങനെ മെല്ലെ അടിക്കണുള്ളൂ തരാം. ഇതിപ്പോ ഈ ഭിത്തി താണ്ടിയാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഇപ്പൊ 2-3 കല്ലൂടെ വെച്ചാൽ ഒരു ഗുണം കിട്ടില്ലേ? കിട്ടും പ്രതീക്ഷയില്ല. ഇവര് പറയുന്നത് 10 ലക്ഷം രൂപ നൽകാമെന്നല്ലേ പറയുന്നത്? ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ 10 ലക്ഷം തരാമെന്നാണ് പറയുന്നത്. അതുകൊണ്ടല്ലോ ആവോ? ഒന്നും ആവൂല, അത് അവർക്ക് അറിയാം. തരാൻ തന്നിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? എവിടെയും പോകാൻ കഴിയില്ല. നിങ്ങൾ ഈ മത്സ്യത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു? അതെ. നിങ്ങളെ മറ്റു കുന്നമംഗലത്ത് കൊണ്ടുപോയിട്ടിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് പിന്നെ രാവിലെ പുലർച്ചയ്ക്കാണ് ഞങ്ങൾ പോണത്. പിന്നെ ഞങ്ങൾ 5 മണിക്കാണ് പോവുക. പിന്നെ കുന്നമംഗലത്ത് ഇട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം ഉണ്ടാവുക? അപ്പൊ ഈ 1 സെന്റ് സ്ഥലം വാങ്ങാൻ പോലും ഇപ്പൊ തികയത്തില്ല. ചുരുക്കം 1 സെന്റ് സ്ഥലത്തിന് ഒരു 2 ലക്ഷം രൂപ വരും. അതുകൊണ്ട് എവിടെ നിന്ന് കിട്ടാനാ? സ്ഥലം വാങ്ങാൻ പോലുള്ള പൈസ ആവൂല. അതിന് നമ്മൾ ബ്രോക്കറിന് പൈസ കൊടുക്കണം. അതൊന്നും അറിയുന്നില്ല. പിന്നെ വീട് പണിയാൻ കാശുണ്ടാവില്ല, ഒന്നും ഉണ്ടാവൂല. ഇതിപ്പോ തൽക്കാലം ഈ കടൽ ഭിത്തിയിലും വേണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ അതെ. കടൽ ഭിത്തി ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ അത്രയും ഇത് വരുന്നില്ല വെള്ളം. 10 ലക്ഷം രൂപ വാങ്ങി തീരം വിട്ടൊഴിയണമെന്നാണ് സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് പറയുന്നത്. എന്നാൽ കടൽ ഭിത്തിയിൽ 3 നിര കല്ല് വെച്ച് ഭീഷണി ഒഴിവാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ സർക്കാരിനോട് പറയുന്നത്. ഞാനിവിടെ ചോദിക്കാൻ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഇതാണ് കോനാട്ട് ബീച്ചിന് സമീപമുള്ള കോനാട്ട് തീരത്ത് താമസിക്കുന്ന ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി. കടൽ ഏതാണ്ട് ഈ കടൽ ഭിത്തിക്കും ഏറെ താഴെയായിരുന്നു. പക്ഷേ ദിനം പ്രതി കരയിലേക്ക് കടൽ ആഞ്ഞടിച്ച് കയറി വരുന്ന കാഴ്ച തീരപ്രദേശം ഒന്നാകെ തന്നെ ഇല്ലാതായിരിക്കുന്നു. ഏതാണ്ട് 200 മീറ്ററോളം താഴെയായിരുന്നു ഈ കടൽ ഭിത്തി ഉണ്ടായിരുന്നത്. പക്ഷേ ആ കടൽ ഭിത്തിയും കടലും തമ്മിലുള്ള ദൂരം നീർത്തു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രാവിലെയും വൈകുന്നേരവും വേലിയേറ്റ സമയങ്ങളിലാണ് വലിയ തോതിൽ കടൽ കരയിലേക്ക് ആഞ്ഞടിച്ചു വരുന്നത്. നമുക്ക് കാണാം ഈ വശത്തുള്ള വീടുകളുടെ എല്ലാം അവസ്ഥ അതീവ ശോചനീയമായ രീതിയിലേക്ക് മാറിയിരിക്കുന്ന കാഴ്ച. പ്ലാസ്റ്റിക് കവറുകളാണ് പല വീടുകളുടെയും മുകളിൽ ഈ കടൽ വെള്ളം തട്ടാതിരിക്കാനായി ഇട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കടൽ വെള്ളം തട്ടിയാൽ മേൽക്കൂരകൾ വളരെ പെട്ടെന്ന് നിലംപൊതിക്കുന്നു. പല വാർക്ക വീടുകൾക്കും വിള്ളൽ ഏറ്റിരിക്കുന്ന സാഹചര്യം ഉണ്ട്. ഒപ്പം വലിയ അനക്കങ്ങൾ, ചലനങ്ങൾ വീടുകൾക്കുള്ളിൽ സ്ഥിരമായി ഈ വെള്ളം ആഞ്ഞടിക്കുമ്പോൾ ഉണ്ടാവുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. നമുക്കിപ്പോൾ തന്നെ കാണുന്ന പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ മറ്റൊരു ഷീറ്റ് കൂടി ഇത് പ്രതിരോധിക്കാനായി നാട്ടുകാർ ഇട്ടിരിക്കുന്ന അവസ്ഥ. അവശിഷ്ടങ്ങൾ, കടലിൽ നിന്നുള്ള മലിനജലം വലിയ തോതിലാണ് വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും അങ്ങേയറ്റം ദുഷ്കരമായാണ് ജനജീവിതം ഇപ്പോൾ കോനാട് പ്രദേശത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറിഗേഷൻ വകുപ്പിന്റെയും മറ്റ് റവന്യൂ വകുപ്പിന്റെയും ഒക്കെ അധികൃതർ ഇവിടെ വന്ന് പരിശോധനകൾ നടത്തിയെങ്കിലും ഒരു തീരുമാനവും ഇതുമായി ബന്ധപ്പെട്ട കടൽഭിത്തി ബലം കൂട്ടുന്നതിനോ അല്ലെങ്കിൽ കടൽഭിത്തിയുടെ ഉയരം കൂട്ടുന്നതിനുള്ള യാതൊരു തീരുമാനവും വന്നിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. ഒപ്പം ഈ കടൽ വെള്ളം തുടർച്ചയായി കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഈ കടൽഭിത്തികൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് മറിഞ്ഞു വീഴുന്നതിനുള്ള സാഹചര്യം, അങ്ങനെയാണെങ്കിൽ കടൽഭിത്തി പൂർണ്ണമായി തകരുന്നതിനുള്ള
മരിക്കുന്നതിനുള്ള ഒരു സാഹചര്യവുമാണ് കോനാട്ട് നിലനിൽക്കുന്നത്. ഇവരോട് പലരോടും ഈ തീരത്ത് നിന്നും മാറിപ്പോകാനുള്ള നിർദ്ദേശം അധികൃതർ പലപ്പോഴായി നൽകുന്നു. 10 ലക്ഷം രൂപയാണ് മാറിപ്പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മാറിപ്പോകാൻ സന്നദ്ധരാകുന്ന ആളുകൾക്ക് നൽകാൻ സർക്കാർ തയ്യാറായിരിക്കുന്നത്. പക്ഷേ ഈ 10 ലക്ഷം രൂപ മുതൽ മുടക്കുമായി 1 സെന്റ് സ്ഥലം പോലും വാങ്ങാൻ കോഴിക്കോട് നഗരത്തിൽ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം തൊഴിൽ ഇടം കടലാണ്. കടലിൽ രാവിലെ മത്സ്യബന്ധനത്തിന് പോയാണ് ഉപജീവനമാർഗം കഴിയുന്നത്. അപ്പോൾ കൂടുതൽ ദൂരമുള്ള ഇടനാട്ടിലേക്ക് പോയാൽ തീരപ്രദേശത്തേക്ക് വീണ്ടും മടങ്ങിയെത്തി തങ്ങളുടെ ഉപജീവനമാർഗം കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നും തീരദേശവാസികൾ പറയുന്നു. 10 ലക്ഷം രൂപ കൊണ്ട് സ്ഥലം വാങ്ങാൻ കഴിഞ്ഞാൽ പോലും വീടുണ്ടാക്കാനുള്ള പണം പിന്നീട് എവിടെ നിന്നും സമാഹരിക്കുന്നു എന്ന ചോദ്യമാണ് ഉയർന്നത്. ചെല്ലാനം അടക്കമുള്ള ഇടങ്ങളിൽ വിജയകരമായി കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിച്ച ചരിത്രം സംസ്ഥാന സർക്കാരിനുണ്ട്. വളരെ വിജയകരമായാണ് ഈ കാര്യങ്ങൾ അവിടെ ചെയ്തതും. എന്തായാലും ആ മാതൃകയിൽ കടൽ ഭീഷണിയിൽ നിന്നും അല്ലെങ്കിൽ കടൽ വെള്ളം കയറുന്ന ഭീഷണിയിൽ നിന്നും ശാശ്വതമായൊരു പരിഹാരം വേണമെന്നാണ് കോനാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും അടിയന്തര പ്രാധാന്യത്തോടുകൂടി സർക്കാർ ഈ കാര്യം പരിഗണിക്കുമെന്ന് നമുക്ക് കരുതാം. രോഗഭീതിയിലടക്കം പകർച്ചവ്യാധി ഭീതിയിലടക്കം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കോനാട്ടുള്ളത്. അർഹമായ പരിഗണന സ്ഥലത്തു നിന്നുള്ള പൊതുമരാമത്ത് മന്ത്രി അടക്കം ഇടപെട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോനാട്ടുകാർ. $10 ലക്ഷം രൂപ വാങ്ങി തീരം വിട്ടൊഴിയണമെന്നാണ് സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് പറയുന്നത്. എന്നാൽ കടൽഭിത്തിയിൽ 3 നിര കല്ല് വെച്ച് ഭീഷണി ഒഴിവാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ സർക്കാരിനോട് പറയുന്നത്. ഞാനിവിടെ ചോദിക്കാൻ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. പി മോഹനൻ ഇന്ന് പാർട്ടി ഓഫീസിലേക്ക് എത്തി